നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെയും ഒക്കെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വ്യക്തി കടുത്ത സ്വാർത്ഥതയിൽ ജീവിക്കുന്നത്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു സ്ത്രീയുടെ ദുരവസ്ഥ. അവർ പറഞ്ഞത് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഭർത്താവ് മദ്യപാനിയാണ്. മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി മിക്കവാറും ചെയ്യാറുള്ള ഒരു കാര്യം ഇവരെ വീടിന് പുറത്താക്കും. ഈ മദ്യപിച്ച ഈ മനുഷ്യൻ അകത്ത് കിടന്നുറങ്ങും. മദ്യപിക്കാത്ത, കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകുന്ന ആ സ്ത്രീ വീടിന് പുറത്ത് കിടക്കണം. അങ്ങനെ ക്രൂരത സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ. പിന്നീട് ഈ മനുഷ്യന് ക്യാൻസറായി. ക്യാൻസർ വന്നിങ്ങനെ മേലാതെ കിടക്കുന്ന സമയത്തും പുള്ളി കിടക്കുന്ന കട്ടിലിന്റെ രണ്ട് സൈഡിലും ഓരോ പാത്രം വെച്ചിട്ടുണ്ട് തുപ്പാൻ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് തുപ്പണം. അതേ പാത്രത്തിൽ തുപ്പാൻ വേണ്ടി രണ്ട് പാത്രം, ഒന്ന് ഇടത്തും ഒന്ന് വലത്തും വെച്ചിട്ട്. എല്ലാവരും പറയാണ് ഒറ്റ പ്രാവശ്യം പോലും ആ പാത്രത്തിൽ പുള്ളി തുപ്പിയിട്ടില്ല. നേരെ തറയിലേക്ക് തുപ്പും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ധാർഷ്ട്യത്തോടെ പറയുന്ന ഒരു കാര്യം, നിനക്കെന്നെ ഇതിന് മാത്രം പണി, തറയൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക. ഇതുപോലത്തെ സ്വാർത്ഥത മൂത്ത ഒരൈറ്റം പോലെ ഒരു കുടുംബത്തിൽ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ നരകതുല്യമാകാനായിട്ട് ഇതുപോലെ സ്വസ്ഥത കെടുത്താവുന്ന, മറ്റുള്ളവരെയും അവരുടെയും സ്വസ്ഥത കെടുത്താവുന്ന ഒരു കാര്യമാണ് ഈ സ്വാർത്ഥമതികളാകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. യാക്കോസ്ലിയ 3-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളും ഉണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും ഉയർന്നു വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാർത്ഥത എന്ന് പറയുന്നത് സ്വസ്ഥത കവരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് സ്വാർത്ഥതയുടെ ചില ബാഹ്യ അടയാളങ്ങൾ, എക്സ്റ്റേണൽ സൈൻസ്, അത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. സ്വാർത്ഥത, ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്വാർത്ഥതയെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളായിട്ട് നാം അംഗീകരിച്ചേ പറ്റൂ. ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ഗ്ലോറി ബിൽറ്റ് ഓൺ സെൽഫിഷ് പ്രിൻസിപ്പിൾസ് ഈസ് ഷെയിം ആൻഡ് ഗിൽറ്റ്. ചിലരെ കാണാൻ സാധിക്കും, അവര് മഹത്വം കാണുന്നത് എന്തിലാണ്? ഇനി അതിൻ്റെ പേരിൽ അവരുടെ കൂടെ ജീവിക്കുന്നവർ എത്രമാത്രം അസ്വസ്ഥരാകേണ്ടി വരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാർത്ഥതയിൽ നേടിയ പ്രതാപം അപമാനത്തിനും കുറ്റബോധത്തിനും വഴി തുറക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാർത്ഥമതികളായതുകൊണ്ട് ഏത് വിധേനയും അവര് ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ പ്രശംസ അത് നേടിയെടുക്കാൻ അവർ നോക്കും. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്വാർത്ഥമതികൾ തങ്ങളോട് മാത്രമേ നല്ലവരാകത്തുള്ളൂ. അവർക്ക് അതുകൊണ്ടാണ് അവർ സ്വാർത്ഥമതികൾ എന്നറിയപ്പെടുക. അവരുടെ കാര്യം അവർ ശ്രദ്ധാലുക്കളാണ്. തങ്ങളോട് മാത്രമേ അവർ നല്ലവരാകൂ. വീട്ടിലുള്ള മറ്റു വ്യക്തികളോടോ അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു വ്യക്തികളോടോ ഒന്നും അവരെ നല്ലവരാകണമെന്നില്ല. കാരണം അവർ സ്വാർത്ഥമതികളാണ്. മൂന്നാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്വാർത്ഥമതികൾ അവര് ആളുകളെ വിട്ടിട്ട്, എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു മനുഷ്യരുടെ നന്മയോ അവരെ കൂടെ നിർത്തണമോ എന്നുള്ളതല്ല അവരുടെ ചിന്ത. അവരുടെ കാര്യം നടക്കണം. ആളുകളെ വിട്ടിട്ട് പോലും അവരുടെ കാര്യം നടക്കാൻ വേണ്ടി ഏത് വഴിയിലേക്കും അവര് ഇറങ്ങിച്ചെന്നു വരും. അത് സ്വാർത്ഥതയുടെ ഒരു അടയാളമാണ്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥമതികൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകില്ല. ദേ വിൽ നോട്ട് ഹാവ് എനി ഗുഡ് ഫ്രണ്ട്സ്. സ്വാർത്ഥമതികളായിട്ടുള്ള വ്യക്തികൾക്ക് ഇതൊക്കെ ചില എക്സ്റ്റേണൽ സൈൻസ്, ബാഹ്യമായിട്ടുള്ള ചില അടയാളങ്ങൾ മാത്രം. രണ്ടാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ മനുഷ്യരായതുകൊണ്ട് സ്വാർത്ഥമതികളാകുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് എല്ലാവരിലും തന്നെ കാണാറുള്ള ഒരു കാര്യമാണ്, വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. വി ആർ ഓൾ സെൽഫിഷ് ടു സം ഗ്രേഡ്. ഏതെങ്കിലും ഒരു, ചിലർക്ക് കടുത്ത സ്വാർത്ഥത, വേറെ ചിലർക്ക് ചെറിയ തോതിലായിരിക്കാം. പക്ഷേ എല്ലാവരും തന്നെ സ്വാർത്ഥമതികളാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 2-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്നു, കടുത്ത സ്വാർത്ഥത കയറിയ ഒരു വ്യക്തി ഹെറോദേസ്. അതുമൂലം അവന്റെ രാജത്വം നഷ്ടപ്പെടുമെന്നുള്ള ആ ഭയത്തിൽ ആ കുഞ്ഞുങ്ങളെ, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കാൻ ഓർഡർ ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഏതവസ്ഥയിലാണ്, വളരെ ദാരുണമായ രീതിയിലാണ് സഹിച്ച് മരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഹെറോദേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അബിമേലെക്ക് കടുത്ത സ്വാർത്ഥതയിൽ അവൻ്റെ തന്നെ കുടുംബത്തിലുള്ള 70 പേരെ വധിച്ചിട്ടാണ് രാജാവായത്. അവൻ്റെയും അന്ത്യം വളരെ ദാരുണമായിരുന്നു എന്നുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. 1 സാമുവേൽ 2-ാം അധ്യായം 28 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഏലിയും മക്കളും അവർക്ക് അവരുടെ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാന്യമായി ജീവിക്കാനുള്ളതെല്ലാം അവർക്കുണ്ടായിരുന്നു. എങ്കിലും അവര് ദൈവത്തിന്റെ ഷെയറിൽ കണ്ണു നട്ടു. അവസാനം അവർക്ക് സംഭവിച്ചത് നമുക്കറിയാം. അവര് കൊടും ദാരിദ്ര്യത്തിലായി. വളരെ മാന്യമായി ജീവിക്കാവുന്ന അവസ്ഥയുണ്ടായിരുന്നവര് ദുർമോഹം കയറി കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൂടെ ഷെയറിൽ ആർത്തിയോടെ കണ്ണു നട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു ദുരവസ്ഥ 1 സാമുവേൽ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അനനിയാസും സഫീറയും
ദമ്പതിമാർ തങ്ങളുടെ സ്വാർത്ഥതയിൽ അവർ സ്ഥലം വിറ്റ് കിട്ടിയ പണത്തിൽ ഒരംശം മാറ്റിവെച്ചിട്ട് ബാക്കിയാണ് കൊണ്ടുവന്ന് അപ്പസ്തോലന്റെ കാൽക്കൽ സമർപ്പിച്ചത്. ഇനി അവരുടെയും അന്ത്യം ദാരുണമായിരുന്നു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതൊരു കാര്യം, സ്വാർത്ഥത നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കും എന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നാം സ്വാർത്ഥമതികളാണെങ്കിൽ നമ്മുടെ സ്വസ്ഥതയും നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ സ്വസ്ഥതയും അത് നശിപ്പിച്ചിരിക്കും. യാക്കോബ് 3:16 നമ്മൾ കാണുകയുണ്ടായി. എവിടെ സ്വാർത്ഥതയുണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും ഉണ്ടാവും. സംഖ്യ 32:23 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് സ്വാർത്ഥതയാണെങ്കിലും മറ്റേത് പാപമാണെങ്കിലും അത് നമ്മെ വേട്ടയാടുന്ന ഒരവസ്ഥയുണ്ടാകും. അത് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഏറെ ബുദ്ധിമുട്ടേണ്ടതില്ല. അവസാനത്തെ കാര്യം, സ്വാർത്ഥത കുറയാൻ എന്താണ് സംഭവിക്കേണ്ടത്? സ്നേഹം വളരണം. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം വളരുമ്പോഴാണ് സ്വാർത്ഥത കുറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മത്തായി 16:24 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ ഒരംശം എടുത്ത് അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഒരു ഭാഗമെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് പോലെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്വയം പരിത്യജിക്കണം. അതാണ് അൽഫോൻസസ് ലിഗോരി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് നൽകുന്നു. അപ്പോഴാണ് ദൈവം തന്നെ നമുക്ക് നൽകുന്നതും തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ സ്വാർത്ഥത വെടിയാൻ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വളരണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് ഈ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കടുത്ത സ്വാർത്ഥതയിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.